intertwine when it comes to you. Don't be blind, watch me speak from my heart when it comes to you, comes to you. മോനെ മോനെ ഡാ ഇവനെന്ത് ചിരിക്കണോ മോനെ? അച്ഛനാ, ഞാൻ കണ്ടില്ല കേട്ടോ, സോറി. എന്താ അച്ഛാ, വല്ലതും പറയാനുണ്ടോ അച്ഛന്? അല്ല, നിന്റെ ഈ ഇരിപ്പ് കണ്ടപ്പോൾ ഞാൻ വിളിപ്പിച്ചതാ. നീ എന്തായാലും ഇരുന്നു. അത് ഓഫീസിലത്തെ കുറച്ച് പ്രോബ്ലം ഉണ്ട്, അത് ചിന്തിച്ചതാ. ഓരോ സ്റ്റാഫിൻ്റെ ഓരോ പ്രോബ്ലങ്ങൾ, അതൊന്നുമില്ല. പിന്നെ അച്ഛൻ എന്നാ ഇനി ഓഫീസിലേക്ക് വരാം? നാളെ തന്നെ ഞാൻ ഓഫീസിലേക്ക് വരും. പുതിയ സ്റ്റാഫ്സ് ആരാണ് അതൊക്കെ നോക്കാൻ വേണ്ടി. അവർ ഗ്രേറ്റ് ആണോ ജോലിയിൽ, എങ്ങനെയൊക്കെ ചെയ്യണതെന്നൊക്കെ നോക്കണം എനിക്ക്. ഇനി സ്ഥിരം ഞാൻ അവിടെ ഇരിക്കും. ഈശ്വര, അച്ഛൻ നാളെ വരുന്നല്ലേ പറഞ്ഞേ? അപ്പം നന്ദന നാളെയല്ലേ പോയി? ചിലപ്പോൾ അയ്യോ, നന്ദനെ കുറിച്ച് വല്ല തുടങ്ങിയ പിന്നെ അച്ഛൻ എന്നോട് നൂറുകണക്കിന് ചോദ്യം ചോദിക്കും, അവളെന്തിന് പോണേന്നൊക്കെ. അച്ഛൻ നാളെ വരണ്ട. നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അച്ഛൻ മറ്റന്നാൾ കഴിഞ്ഞിട്ട് വന്നാൽ മതി. മോനെ, എനിക്ക് മനസ്സിലായി. എനിക്ക് പ്രായമൊക്കെ ആയാലും ശരി, എനിക്ക് ഓഫീസിലൊക്കെ ഇരിക്കണ്ടേ. ഞാൻ നാളെ വരാം കേട്ടോ. എനിക്ക് മനസ്സിലായി ഈ അച്ഛനോടുള്ള സ്നേഹം. ഞാൻ പോട്ടെ. അയ്യോ, ഈ അച്ഛൻ ഇനി ഞാൻ എന്ത് ചെയ്യും? നന്ദനെ വിളിച്ച് പറയണോ? വേണ്ട, അവൾ ചിലപ്പോൾ എടുക്കില്ല. അവൾ എന്താ വിചാരിക്കുക രാത്രിയിൽ? താങ്കൾ ആരാണ്? പുതിയ സ്റ്റാഫാണോ? എന്നതെ അവിടെ ഓഫീസ്, സാറിൻ്റെ ഓഫീസ് അവിടെയാ? അല്ല, ഞാൻ ഇവിടുത്തെ ബോസിന്റെ അച്ഛനാണ്. പിന്നെ ഞാൻ നിന്നെ ഇതുവരെ കണ്ടില്ലല്ലോ. പുതിയ സ്റ്റാഫാണല്ലേ? ഓ സോറി സാർ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പിന്നെ ഞാൻ പുതിയ സ്റ്റാഫൊക്കെയാണ്, പക്ഷേ ഞാനിന്ന് റിസൈൻ ചെയ്യാൻ പോണേ. എനിക്ക് ഇവിടെ ഇനി ജോബ് ചെയ്യാൻ പറ്റില്ല, സോറി. എക്സ്ക്യൂസ് മീ, വാട്ട് ഡിഡ് യു സേ? റിസൈൻ? ഈ ഓഫീസിൽ നിന്ന്? ഹൗ? ഞാൻ സഞ്ജുനാണ്ട് അവനോട് ഞാൻ ചോദിക്കണ്ട്. വാവ്, അച്ഛനും കണക്കാം മോനും കണക്കാം. ആംഗ്രി ആംഗ്രി ആംഗ്രി. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അച്ഛനും മോനല്ലേ. പക്ഷേ കുറച്ച് സ്നേഹങ്ങളുണ്ടെന്ന് തോന്നി ഇയാൾക്ക്. സഞ്ജു, നീ ആ പുതിയ സ്റ്റാഫിനെ റിസൈൻ ചെയ്യുന്നത് എന്തുകൊണ്ടാ? അത് നീ എക്സ്പ്ലെയിൻ ചെയ്യണ്ട. എനിക്ക് ഒരു കാര്യം കൂടിയും പറയാനുണ്ട്. അവളുടെ പേര് നന്ദന എന്നല്ലേ? എനിക്ക് അവളറിയാം. എനിക്കറിയോ അവള് ഓരോന്ന്. ഹൗ ദ ഹെൽ ഡു യു നോ ഹർ? അച്ഛാ, ഹൗ ഡു യു നോ ഹർ? എങ്ങനെ അറിയാം അവളെ? അവള് വരുന്നേക്കാട്ട് മുമ്പ് അച്ഛൻ ഇവിടെ നിന്ന് പോയതാണ്. പിന്നെ ഹൗ, എങ്ങനെ അവളറിയാം? അച്ഛാ, പ്ലീസ് എക്സ്പ്ലെയിൻ മീ. ഹൗ ഡു യു നോ ഹർ? മോനെ, ശത്രുക്കളെ നമ്മൾ ഇതുവരെ ഈ കമ്പനിയിൽ കയറ്റിയിട്ടില്ല, അവരെ സ്റ്റാഫാക്കിയിട്ടും ഇല്ല. ഞാൻ പറഞ്ഞത് നിങ്ങക്ക് മനസ്സിലായില്ല അല്ലെ? നന്ദന ആരാ നിനക്കറിയില്ലല്ലോ? അഭിനവിന്റെ ഗേൾ ഫ്രണ്ടിന്റെ അനിയത്തിയാണ് ഈ നന്ദന. ഐ മീൻ ദേവികന്റെ അനിയത്തി. നിനക്ക് ഓർമ്മയില്ലേ ദേവികനെ? പക്ഷെ അനിയത്തിനെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല നേരിട്ട്, പക്ഷെ ഫോട്ടോ കണ്ടിട്ടുണ്ട് ഞാൻ. അവള് നിന്റെ അമ്മേനെ വിളിച്ചിട്ടാണ് പോയത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾക്ക് ഒരു പാസ്റ്റും അറിയില്ല, നമ്മുടെ പാസ്റ്റ് ഒന്നും അറിയില്ല. പക്ഷെ അവൾക്കൊന്നും അറിയാം, ആ ദേവികനെ നമ്മൾ അകറ്റിയതാണ്, അത്രേ അറിയുള്ളൂ. ആ വെറുപ്പ് നിന്റെ അമ്മേന്റെ അടുത്ത് വിളിച്ച് അവളെന്താ പറഞ്ഞു നിനക്കറിയോ? എന്റെ ചേച്ചി ഈ വീട്ടില് വലത്ത് കാല് വെച്ച് കേറി വരുന്നതായിരിക്കുന്നു. അതൊരിക്കലും നടക്കുന്നതല്ല.
പക്ഷെ അച്ഛാ, എനിക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവളോട് വെറുപ്പായിരിക്കും. പക്ഷെ അവളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാന്ന്, ആ നന്ദനെ. ബട്ട് ഷീസ് മൈ സ്റ്റാഫ്. ഓക്കെ, അവൾക്ക് ഒരു സത്യങ്ങളും അറിയില്ലല്ലോ. ഇപ്പോഴാണ് ഞാൻ അറിയണേ അവൾക്കൊന്നും അറിയില്ലാന്ന്. പിന്നെ നമ്മുടെ ശത്രു എങ്ങനെയാവുക? ആ ദേവിക ഓക്കെ, അവൾക്ക് നമ്മുടെ ശത്രു ആവാം. ബട്ട് നന്ദന വേണ്ടാച്ചാ. അവളെ എനിക്ക് റിസൈൻ ചെയ്യുന്ന ആഗ്രഹമില്ല. അവൾ തന്നെയാ റിസൈൻ ചെയ്യണമെന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ ദേഷ്യം അടക്കി പിടിക്കാൻ കഴിയാണ്ടായിരുന്നു അവള് റിസൈൻ ചെയ്യുന്ന പറഞ്ഞത്. അല്ലാണ്ട് വേറൊന്നുമല്ല ചാ. മോനെ, നിന്റെ അച്ഛനെ ഞാൻ. മുതിർന്നവർ പറയുന്നതാണ് കേൾക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്ക്. ശത്രുവിന്റെ മിത്രം നമുക്ക് ശത്രു തന്നെയാണ്. അത് നീ മറക്കരുത്. അവളെ ദേവികേന്റെ അനീതിയാണ്. നമുക്ക് പറയാൻ പറ്റൂല അവൾക്ക് സത്യങ്ങൾ അറിയൂല്ലേന്ന്. അവൾ ചിലപ്പോൾ നമ്മളെ പ്ലേ ചെയ്യുന്നതാണെങ്കിലോ, ചിലപ്പോ ദേവിക എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിന്നെ കൂട്ടിലിടാൻ വേണ്ടിയായിരിക്കും ആ നന്ദന തിരിച്ചു വന്നത്. മനസ്സിലായോ? ആ, അച്ഛൻ പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. അവളെങ്ങനെയാ കറക്റ്റ് ഇങ്ങോട്ട് വരാ അല്ലേ? എല്ലാതും തേടിയിട്ട് തന്നെയായിരിക്കും അവളിങ്ങോട്ട് വന്ന. പിന്നെ ആ അബിയില്ലേ, മീറ്റിംഗ് ചെയ്യാന്ന് നമ്മുടെ കമ്പനിയും അവന്റെ കമ്പനിയും ആയിട്ട്. അവന്റെ വിചാരണം എനിക്ക് അവന്റെ കമ്പനി അറിയില്ലെന്നാ. പക്ഷെ എനിക്ക് എല്ലാതും അറിയാം. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അവനെ എൻ്റെ അടുത്ത് സോപ്പിടാൻ വേണ്ടി നിൽക്കണമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതൊരിക്കലും വർക്കാവില്ലെന്ന് അയാൾക്ക് അറിയില്ല. അച്ഛാ, ആ നന്ദനെ ഈ ഓഫീസിലേക്ക് കൊണ്ടുവാ. പിന്നെ അച്ഛാ, സ്നേഹത്തോടെ തന്നെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഞാനേ അവളോട് 2-3 വാക്കുകൾ പറയണം എനിക്ക്. ശരി മോനെ, ഞാൻ അവളെ വിളിച്ചോണ്ടിരാം. നന്ദന മോളെ, ദേ നിന്റെ സാറ് വിളിക്കുന്നുണ്ട്. എൻ്റെ മോൻ വിളിക്കുന്നുണ്ട്, സഞ്ജു. പോ, എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യം പറയണ്ടെന്ന്. പോക്കോ. സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നന്ദനെ. എൻ്റെ പൊന്ന നന്ദന മോളെ, എൻ്റെ വിചാരണം എന്തിട്ടാ? എനിക്കൊന്നും നിന്നെ അറിയില്ലെന്നാ. സാർ എന്തിനാ വിളിച്ചത്? എനിക്ക് ഇന്ന് തന്നെ റിസൈൻ ചെയ്യണം. എനിക്ക് ഇവിടുന്ന് പോണം. എനിക്ക് വേറൊരു വിധിയുമില്ല. എൻ്റെ പൊന്ന് നന്ദന മോളെ, നിന്നെ ഞാൻ റിസൈൻ ചെയ്യാല്ലാണ്ട് പിന്നെ എന്തിനാടി വിളിക്കണേ ഞാൻ? നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോക്കോ. നാളെയല്ല, ഇന്ന്. പിന്നെ ഈ ഓഫീസിലത്തെ എല്ലാവരുടെ ഇടയിൽ വെച്ച് വെള്ളം കുത്തിക്കയറ്റി പറഞ്ഞിട്ട് വീണ്ടും നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട വല്ല അവസ്ഥ വന്ന നിന്നെ ഞാൻ വെറുതെ വിടില്ലടി. പിന്നെ ഇവിടുത്തെ വല്ല സ്റ്റാഫിനെ കോൾ ചെയ്യേ വീട്ടിലെത്തിയിട്ട് അതൊന്നും ഇവിടെ നടക്കൂല. ഇവിടുത്തെ ഒരു സ്റ്റാഫും പോയിട്ട് ഇതുവരെ ഇവിടുത്തെ വല്ലവരും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്റെ നിയമമാണ്. അതുകൊണ്ട് നീ എല്ലാ നമ്പേഴ്സും ഡിലീറ്റ് ചെയ്തോ. നിന്റെ ഫ്രണ്ട്സില്ലേ ഈ കമ്പനിത്തെ, അവരുടെ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്തോ. പിന്നെ ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്താലോ? നീ എന്നെ ബ്ലോക്ക് ചെയ്യില്ലെന്ന് എനിക്കറിയാം. ബട്ട് നീ എൻ്റെ നമ്പർ ഡിലീറ്റ് ചെയ്യണം. പിന്നെ ഞാനും ഡിലീറ്റ് ചെയ്തോളാം. നീ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ നീ അറിയും ഞാൻ ആരാന്ന്. ശരി സാർ. പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറയണേ? എനിക്ക് നിങ്ങളുടെ നമ്പർ എന്തിനാവശ്യം? ഞാൻ ഡിലീറ്റ് ചെയ്തോളാം. പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫിനെ ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് ഞാൻ വിളിക്കില്ല. സോറി ലിസക്കുട്ടി, ലിസക്കുച്ചേ, എടി സോറി ഡി. നീ എൻ്റെ ബെസ്റ്റ് അടി, എനിക്കറിയാം. പക്ഷെ സോറി. പിന്നെ സഞ്ജു സാർ, ഞാൻ പൊക്കോട്ടെ. ഇനി ഞാൻ ഇവിടെ നിൽക്കണ്ടല്ലോ, ഞാൻ പൊക്കോട്ടെ. പിന്നെ സഞ്ജു സാറിൻ്റെ അച്ഛ ഇത് പറയാനാണ് എന്നെ വിളിച്ചത്. സ്നേഹത്തോടെ വിളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വെറുപ്പോടെ എന്നെ വിളിക്കായിരുന്നു. നന്ദനാന്ന് ഉറക്കെ വിളിക്കായിരുന്നു. എല്ലാവരും കേട്ടേനെ. എല്ലാവരും അറിയും ഞാൻ ഇന്ന് തന്നെ റിസൈൻ ചെയ്യണമെന്ന്. എല്ലാവരും അറിയും എന്താണ് ഇവിടെ നടക്കണമെന്ന്. അവര് അപ്പം എന്നെ വിളിക്കില്ലായിരുന്നു. ഇറ്റ്സ് ഓക്കെ, ഞാൻ പൊക്കോട്ടെ. സഞ്ജു സാറേ,
എവിടെയെങ്കിലും കണ്ട എന്നെ മൈൻഡ് ചെയ്തത് കേട്ടാ, ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ രണ്ടാൾക്കും ഗുഡ് ബൈ. എന്നാ മോനെ കാര്യം തീർന്നില്ലേ, ഞാൻ പോട്ടെ. പിന്നെ പുറത്തുള്ള എല്ലാ സ്റ്റാഫിനോടും കുറച്ച് നേരം സംസാരിക്കണം, കുറെ നാളെയിലും ഇങ്ങോട്ട് കയറിയിട്ട്. ശരി ശരി അച്ഛാ. അച്ഛൻ പൊക്കോ, അച്ഛൻ പൊക്കോ. എനിക്ക് വീണ്ടും പ്രോബ്ലം വന്ന് ഇത്ര ദിവസമായിട്ട് എനിക്ക് ഉണ്ടായില്ല. എന്തുകൊണ്ട് എനിക്ക് വേദനിക്കണ. Hello. Yeah, it's me, Abhinav. Yeah. Yeah, Sanju, yeah. What? You're actually talking about Sanju, right? What? He's on hospital? Okay, I will be there. Okay. Shit. Ishwara, Sanju. കീർത്തനാണ് വിളിക്കുന്നത്. ഹലോ കീർത്തന. ഹലോ അബി, എന്തെന്താ വിളിച്ചേ? നീ ഈ സമയത്തൊന്നും വിളിക്കാറില്ലല്ലോ, നീ ഭയങ്കര തിരക്കില്ല ഈ സമയത്തൊക്കെ. എന്തെന്താ വിളിച്ചേ, പറ. എടി കീർത്തന, നമ്മുടെ സഞ്ജു ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അവന് പ്രോബ്ലം ഇല്ലേടി, അവനെ വയ്യാണ്ട്, അത് സീരിയസ് ആയി. നീ വേഗം വായോ, ഞാൻ നിന്നെ പിക്ക് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോവായോ. നീ വേഗം ഇങ്ങോട്ട് പെട്ടെന്ന് വായോ ഓഫീസിലേക്ക്. നീ പാനിക്കാവല്ലേ, നിനക്ക് പിന്നെ വയ്യാണ്ട് വരടാ. നീ ഇങ്ങനെ പാനിക്കാവല്ലേട്ടാ, ഞാൻ അങ്ങോട്ട് വരാം. ഡോക്ടർ അവരെങ്ങനെയുണ്ട്? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ ഡോക്ടർ? നിങ്ങളെന്താ ലേറ്റ് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല ഇങ്ങോട്ട് വരാൻ. പക്ഷെ എനിക്കൊരു കാര്യം പറയാണ്ട്, ആള് അത്ര കെയർ ചെയ്യേണ്ടതാണ്. ഇനി നിങ്ങൾ കെയർ ചെയ്തില്ലെങ്കിൽ ആളെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും കെയർ ചെയ്യണം. ഇതാ, ഇനി ഈ മരുന്ന് പോയിട്ട് വാങ്ങിക്കൊണ്ടോ, ആൾക്ക് കൊടുക്കാനുള്ളതാ. ഈശ്വര, എൻ്റെ സഞ്ജു മോനെ എന്താണാവോ പറ്റിയത്? അഭിനവ്, നീ എന്താ ഇവിടെ? ഏട്ടൻ്റെ മോനെ എവിടെ? ഏട്ടാ അഭിനവ്, പിന്നെ കീർത്തന, നിങ്ങൾ രണ്ടെണ്ണം എൻ്റെ മോനെ കൊല്ലാൻ വേണ്ടി വന്നതാണല്ലേ. ഇനി ഞങ്ങൾ സമ്മതിപ്പിക്കില്ല ഇതിനു വേണ്ടി. ഏട്ടാ, എന്ത് നോക്കിയിരിക്കാം, ഇത് രണ്ടെണ്ണത്തിനെ പുറത്താക്കി ഇപ്പൊ തന്നെ. നിങ്ങൾ എന്നെ ഒന്ന് സമ്മതിപ്പിക്ക് പ്ലീസ്. എനിക്ക് സഞ്ജുവിനെ ഒന്ന് കാണാനാ. നേരിട്ട് കണ്ടിട്ട് എത്ര നാളായി, ഒന്ന് കണ്ടോട്ടെ ഞാൻ അവനെ. പ്ലീസ്. അഭി പറയണ മാതിരി ഞങ്ങളൊന്ന് സമ്മതിപ്പിക്ക്, ഞങ്ങളുടെ സഞ്ജുവിനൊന്ന് കാണാൻ, ഞങ്ങളുടെ സഞ്ജുവിനൊന്ന് കാണാൻ പ്ലീസ്. ഞങ്ങൾ അത്രയ്ക്ക് ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഡൽഹിയിൽ നിന്ന് ദുബായിലേക്ക് വരാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഈസി ഒന്നല്ല, കുറെ കഷ്ടപ്പെട്ടു. സഞ്ജുവിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇവിടം വരെ വന്നു. എന്നിട്ട് നിങ്ങൾ ഇറങ്ങി പോവാൻ പറയണേ, എന്തൊരു നയമാണോ നിങ്ങൾക്കൊക്കെ? നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ പോയെങ്കിലും ഞങ്ങൾക്ക് എന്ത്? ഞങ്ങൾക്കൊന്നുമില്ല. പിന്നെ അവൻ ഞങ്ങളുടെ മോനാണ്. നിങ്ങളുടെ ആരണവൻ, നിങ്ങളുടെ ആരുമല്ല. ഞങ്ങൾ അവൻ്റെ പാരൻസാണ്. ഞങ്ങൾ അവനെ നോക്കിക്കോളാം. നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞങ്ങൾ മരുന്ന് വാങ്ങിക്കോളാം. ചിലപ്പോഴേ പറയാൻ പറ്റില്ല, നിങ്ങൾ രണ്ടെണ്ണം വേറെ ഏതെങ്കിലും മരുന്ന് വാങ്ങി എൻ്റെ സഞ്ജു മോനെ കൊടുത്ത അവനെ വലുതും പറ്റിയ പിന്നെ ഞങ്ങളല്ലേ വീണ്ടും നോക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ മരുന്ന് വാങ്ങിക്കോളാം.
നിങ്ങൾ തൽക്കാലം അവിടെ നിന്ന് പോക്കോ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാണ്ടല്ലോ. നിങ്ങളെ എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ചവിട്ടി ഇറക്കാൻ അറിയാണ്ടൊന്നുമില്ല കേട്ടോ. മാരിയോടൊന്ന് പോക്കോ. അബി വായ, ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. പിന്നെ നിങ്ങളെ രണ്ടാളും കൂടി ഞാൻ പറയണത്, നിങ്ങൾ ഇറങ്ങിയ സത്യങ്ങളൊക്കെ തെറ്റാണ്. ഞങ്ങൾ പറഞ്ഞ ഒരു വാക്ക് പോലും നിങ്ങൾ കേൾക്കാണ്ടല്ലേ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ ഒരിക്കലും അറിയും സത്യങ്ങൾ. ആ സമയത്ത് ഞങ്ങളുടെ കാൽ ചവിട്ടിൽ വീണെന്തെങ്കിലുണ്ടല്ലോ, ഞങ്ങളൊന്നും പറയില്ല. ഞങ്ങളങ്ങോട്ട് വരുന്നതുമല്ല. അബി വാടാ. ശരി കീർത്തന, ഇവരുടെ സ്നേഹമൊന്നും നമുക്ക് വേണ്ടല്ലോ. നമുക്ക് നമ്മുടെ സഞ്ജുവിനെ ഒരിക്കൽ കാണണം. പക്ഷേ അവൻ നമ്മോട് എന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയില്ല. ഒന്നിക്കുറപ്പാ, അവൻ പറയും എൻ്റെ അടുത്തുനിന്ന് പോകാൻ നല്ല ദേഷ്യത്തോടെ. ഉറപ്പാ, വായോ നമുക്ക് പോവാം.